അമ്പളാനി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അവസാനം ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി. ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അത് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം. അച്ഛന്മാര് കേക്കും കൊണ്ട് പോയി സോപ്പിടാൻ. എവിടെ? RSന്റെ ഓഫീസിൽ. ആയി വാങ്ങി മോന്തി വൈകുന്നേരം വരെ കരക്കാരെ കുറ്റം പറഞ്ഞ് ഇരുന്നോളൂ. പിണറായി വിജയൻ മുൻപ് താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിശേഷിപ്പിച്ചതിന് സമം. അസ്വീകാരം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ സഹായിച്ചത് കേന്ദ്ര സർക്കാരാണെന്ന് ബിഷപ്പുമാർ പറയുമ്പോൾ CPM എന്തിനാണ് രോഷം കൊള്ളുന്നത്? സത്യമാണെങ്കിലും അതെനിക്കിഷ്ടമില്ല. AKG സെന്ററിൽ നിന്നുള്ള തിട്ടൂരം അനുസരിച്ചല്ല സഭ നിലപാടെടുക്കുന്നതെന്ന് തലശ്ശേരി അതിരൂപത മറുപടി നൽകി. പിന്നെ നാണക്കെടുത്തി. അത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കേക്കുമായിട്ട് RSSന്റെ ഓഫീസിലേക്ക് ബിഷപ്പ് പാംപ്ലാനി പോയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ MV ഗോവിന്ദൻ പറയുന്നത് അങ്ങനെയാണ് അല്ലേ? നന്നായിട്ട്. അദ്ദേഹം പറയുന്നതെല്ലാം ശരിയാകണമെന്ന് നിർബന്ധമില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഭാവനയ്ക്കനുസരിച്ച് കഥകൾ മെനഞ്ഞ് പറയുന്നതിനെല്ലാം ഞങ്ങൾക്ക് ഉത്തരം പറയാനില്ല. പിന്നെ ഞങ്ങളുടെ ഒരു പൊതു നിലപാട് എല്ലാവരും സമൂഹത്തിലുള്ള എല്ലാവരെയും ബഹുമാനിക്കുക, എല്ലാവരോടും മാന്യമായിട്ട് ഇടപെടുക. എനിക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഒരാളൊരു കാര്യത്തിന് ഞങ്ങളെ സഹായിച്ചെന്ന് തോന്നിയാൽ അയാളുടെ നന്ദി പറയുക. അതൊക്കെ ഒരു സംസ്കാരമുള്ള നാട്ടു നടപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അല്ല ഞാൻ അതിനിത്ര അസ്വസ്ഥതപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദുഃഖിക്കേണ്ടി വരും. ആദ്യം ഞാനങ്ങോട്ട് സഹിച്ചോളാം. എല്ലാവരും ഞങ്ങളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞങ്ങൾ കൊടുക്കുന്ന കേക്കിന് മാത്രമേ മധുരമുള്ളൂ, മറ്റുള്ള കേക്കുകളൊക്കെ വിഷമുള്ളതാണ് എന്നൊക്കെ പറയുന്നത് എല്ലാവരും അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. സെക്രട്ടറി പറഞ്ഞത് ഇതിനേക്കാൾ കട്ടിയുള്ള വാക്കുകളാണ്. അതുകൂടി ഒന്ന് കേൾക്കാം. സനോജ് പറഞ്ഞത് ആ വാക്കുകൾ കൂടി ഒന്ന് കേട്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. 5 വർഷത്തിൽ കൂടുതൽ ആ നിയോമുളർ എന്ന് പറയുന്ന പാസ്റ്റർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിലിൽ കിടന്നപ്പോഴാണ് നിയോമുളർക്ക് ബോധോദയം ഉണ്ടായത്. അതുവരെ ആര് നല്ലതായിരുന്നു? ഹിറ്റ്ലർ നല്ലവനായിരുന്നു. ഏതാണ്ട് പാംപ്ലാനി പിതാവെല്ലാം നിയോമുളറുടെ അവസ്ഥയിലേക്ക് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടർ. ചില പിതാക്കന്മാർ ഇപ്പോ RSSന് കൊള്ളുത്തുറത്തുകയാണ്. കേക്കുമായിട്ട് RSSന്റെ ശാഖയിലേക്ക് കടന്നു വരുന്ന ആളുകൾ, കേക്കുമായിട്ട് തിരിച്ച് അങ്ങോട്ട് പള്ളിയുടെ അരമനയിലേക്ക് കടന്നു പോകുന്ന ആളുകൾ പരസ്പരം പരവതാനി വിരിക്കുന്നു, പരസ്പരം ആശ്ലേഷിക്കുന്നു. ആരെയാ ഇവർ പൊട്ടന്മാരാക്കുന്നത്? നിനക്ക് നാണമുണ്ടോ? എടാ മുതുകാളെ, നിനക്ക് ഇതിൽ നിന്ന് എന്ത് സുഖം കിട്ടുന്നത്? DYFയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ് പറയുന്നതൊക്കെ അത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം ഈ നിയോ മിള്ളറുടെ കാര്യം പറയുന്ന സനോജ്, നിയോ മിള്ളർ ജീവിച്ചിരുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ? വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാച്ചി. അല്ലെങ്കിൽ ഹിറ്റ്ലറിനെ പറ്റി അദ്ദേഹത്തിന് എന്തുമാത്രം ആധികാരികമായിട്ടുള്ള അറിവുണ്ട്? അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാണ് നാരായണ താൻ അഭിപ്രായം പറയാൻ പോകുന്നത്? ഈ ഹിറ്റ്ലർ ജീവിച്ചിരുന്ന ജർമ്മനിയിൽ അവിടെ നാസി തടങ്കൽ പാളയത്തിൽ പോയി എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. എന്താ ഉറക്കം വരുന്നു. 15 വർഷം അവിടെ ജീവിച്ച ആളാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാൻ സാധിക്കും, അവിടെയുള്ള കത്തോലിക്ക സഭ ആരംഭം മുതൽ ഈ ഹിറ്റ്ലറുടെ പ്രവർത്തികളെ എതിർത്തിരുന്ന ഒരു സഭയാണ്. അതൊന്നും മനസ്സിലാക്കാതെ ഒരു നിയോ മിള്ളറുടെ പേര് പറഞ്ഞ് ഇവിടെയുള്ള എല്ലാവരെയും അങ്ങോട്ട് വിഡ്ഢികളാക്കാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ അദ്ദേഹത്തിൻ്റെ പാപ്പരത്വം എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയൂ. അതുമാത്രമല്ല, ഈ DYFയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് ഞങ്ങൾ അത്ര കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല ഈ വിഷയത്തിൽ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയൊന്നും ഞങ്ങൾ വിലക്കെടുക്കാഞ്ഞത്. പക്ഷേ ഈ ഗോവിന്ദൻ മാസ്റ്റർ ഒന്ന് ആലോചിക്കണം. അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അവസരവാദത്തിൻ്റെ രാഷ്ട്രീയം, അവസരവാദത്തിൻ്റെ സ്വഭാവം അദ്ദേഹത്തിന് തന്നെയാണ് എന്ന് മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചാൽ അതിൽ ആർക്കും കുറ്റം പറയാൻ കാണിയല്ല. കാരണം ഒരു മാസം മുമ്പ് അദ്ദേഹം തന്നെ RSS ബന്ധവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷ ആളുകളും നിരാകരിക്കുകയും കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ തന്നെ അതിനെ എതിരെ സംസാരിക്കുകയും ചെയ്ത് നമ്മളെല്ലാം കേട്ടതാണ്. കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. നിങ്ങൾ ചാനലുകാർക്കൊക്കെ അത് പുറകോട്ട് മറിച്ച് നോക്കിയാൽ കാണാവുന്നതാണ്.
വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞാലേ. കന്യാസ്ത്രീകൾക്ക് ഒരു വിഷയം വന്നപ്പോൾ അത് ക്രൈസ്തവ സമൂഹത്തിന്റെ മൊത്തം വിഷയമായിട്ടാണ് കേരളത്തിൽ അത് രൂപാന്തരപ്പെട്ടു വന്നത്. ഇതുടെയുമായി UDF-ഉം LDF-ഉം തെരുവിലിറങ്ങി അയക്കുന്നു, MP-മാർ അവിടെ എത്തുന്നു. ഇതൊക്കെ അവർ ഒരുപാട് വിയർപ്പൊഴുക്കിയതാണ് ഈ പ്രശ്നത്തിൽ. ക്രൈസ്തവ സമുദായത്തിനൊപ്പമാണ് തങ്ങളെന്ന് കാണിക്കാൻ. സംശയം പണിഞ്ഞതാ. പക്ഷേ അവസാനം ആരാണ് അതിന്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോയത്? ബിഷപ്പുമാരുടെ ഒറ്റ വാക്കിൽ, പ്രത്യേകിച്ച് പാംപ്ലാനി പിതാവിന്റെ ആ വാക്കിൽ, അമിത്ഷായ്ക്കുള്ള നന്ദി പറച്ചിലിൽ അതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോയത് BJP ആണ്. അപ്പോൾ അതാണ് MP ഗോവിന്ദനിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് എന്ന കാര്യത്തിൽ സഭയ്ക്ക് സംശയമുണ്ടോ? ഗോവിന്ദൻ മാഷ് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. പാംപ്ലാനി പിതാവ് പറഞ്ഞ എല്ലാ വാക്കുകളും അദ്ദേഹം കേൾക്കേണ്ടതാണ്. മാർക്സിസ്റ്റുകാരനായ ബഹുമാനപ്പെട്ട MP ജോൺ ബ്രിട്ടാസ് സാറ് അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ വളരെയധികം ശ്ലാഘിച്ച് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഈ ഛത്തീസ്ഗഡ് എന്ന നാട്ടിലെ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരുന്നു പ്രധാനമായിട്ടും ഈ സിസ്റ്റർമാർക്കെതിരായിട്ട് നിന്നത്. അവരുടെ ഇടപെടലിനെ മറികടന്ന് കേന്ദ്രത്തിൽ നിന്ന് ഇവരെ സഹായിച്ചു എന്നുണ്ടെങ്കിൽ അതിന് നന്ദി പറയുന്നത് എന്താണ് തെറ്റ്? ആരോട് വെച്ചിട്ട് എനിക്ക് സമ്മതമല്ല. പറഞ്ഞിട്ടുണ്ട്. MP ഗോവിന്ദൻ കേട്ടില്ലേ? അദ്ദേഹം എന്താണ് ഒരു സെന്റൻസ് മാത്രമേ, ഒരു വാചകം മാത്രമേ കേട്ടുള്ളൂ എന്ന്. അവിടെ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള MP-മാർക്കും അദ്ദേഹം നന്ദി പറഞ്ഞിരുന്നു. UDF-ന്റെ സംഘത്തിന് അദ്ദേഹം നന്ദി പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ MP ഗോവിന്ദൻ കേട്ടത് ആകെ ഈ അമിത്ഷായ്ക്ക് നന്ദി പറയുന്നത് മാത്രമാണ്. BJP സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് അവർക്ക് നന്ദി പറയാന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ രാജ്യത്തെയും കേരളത്തിലെയും ക്രിസ്ത്യൻ സമൂഹത്തിനോട് കാണിക്കുന്നതിന് വഞ്ചനയാണ്. അത് പറയുന്നത് തെറ്റിരിക്കുന്നത് ന്യായമല്ലേ? വെല്ലുവിളിക്കുന്നതല്ലേ? തലശ്ശേരിയുടെ സുരക്ഷിത താവളത്തിൽ ഇരുന്നുകൊണ്ട് പിതാവ് ഇങ്ങനെ പറഞ്ഞത് അതിനെ ചോദ്യം ചെയ്യണം. ഇവിടെ അത് കൊട്ടിക്കൊഴിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. നിന്റെ ഈ കോംപ്ലക്സ് മരിച്ചാലും മാറില്ലടാ. ഇതിൽ അവസാനം ആരുടെ ഇടപെടലാണ് ഗുണം കണ്ടത്? കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണ്. അവിടെ അമിത്ഷാ ഇടപെട്ടു, പ്രധാനമന്ത്രിയെ പോയി സംസ്ഥാന BJP അധ്യക്ഷൻ കണ്ടിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടലാണ് ഇവിടെ ഗുണം ചെയ്തത്. അവസാനം ഛത്തീസ്ഗഡ് സർക്കാരിന് തിരുത്തേണ്ടി വന്നു. ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് ജാമ്യം കൊടുക്കുന്നതിൽ അപാകതയില്ല എന്നൊരു നിലപാടിലേക്ക് വന്നു. അതുകൊണ്ടാണല്ലോ അവസാനം ജാമ്യം കിട്ടിയത്. അത് സഭ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞത് അമിത്ഷായ്ക്ക് നന്ദി എന്ന്. വലിയ ക്ഷീണായി പോയി. അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് അവരെ പിടിച്ച് ജയിലിലിടുന്ന് ഓർഡർ കൊടുത്ത അവിടുത്തെ മുഖ്യമന്ത്രിയാണ് അവിടുത്തെ ഏറ്റവും വലിയ തെറ്റുകാരൻ. ആ മനുഷ്യൻ BJP-കാരനല്ലേ? അല്ല, അദ്ദേഹത്തിന് നന്ദി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ബിഷപ്പ് പാംപ്ലാനി നന്ദി പറഞ്ഞിട്ടില്ല. അദ്ദേഹം നന്ദി പറഞ്ഞത് കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് ഇറക്കുവാൻ സഹായിച്ചവർക്കാണ്. അതിലൊരു ക്രെഡിറ്റ് BJP-ക്കും കൊടുത്തു, കേന്ദ്ര സർക്കാരിന് കൊടുത്തു. അത് കണ്ടതാണല്ലോ, പകൽ പോലെ വ്യക്തമായിരുന്നുവല്ലോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. എന്താ സത്യമല്ലേ? ഇതൊക്കെ അവിടെ നടന്നതല്ലേ? ഇവിടെ പ്രശ്നമായിരിക്കുന്നത് ക്രെഡിറ്റ് അങ്ങോട്ട് പോയി. നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചു, പക്ഷേ ക്രെഡിറ്റ് അങ്ങോട്ട് പോയതിനുള്ള വിഷമമാണ് ഇവിടെ വന്നിരിക്കുന്നത്. വിചാരിച്ചു, പക്ഷേ ക്രെഡിറ്റ് അങ്ങോട്ട് പോയതിനുള്ള വിഷമമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് അധികം ചാടണ്ട, ക്ഷീണിക്കും. വേട്ടയാടൽ തുടർന്നപ്പോൾ പിടിച്ചിട്ട ആള് തന്നെ ജാമ്യം കൊടുത്തതുകൊണ്ട് ജാമ്യം കൊടുത്തത് അമിത്ഷായാണ്, അത് കോടതിയല്ലേ? സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി. ഫാദർ ഫിലിപ്പ് കവിയിൽ ഇത്തരം കാര്യങ്ങളാണ് റെജി ലൂക്കോസ് പറയുന്നത്. അത് CPM-ന്റെ നിലപാടാണ്. അതായത് പിടിച്ചിട്ടവർ തന്നെ ജാമ്യം കൊടുത്തു എന്ന് വെച്ചു ഈ പിടിച്ചിട്ടവരെ നമുക്ക് നന്ദി പറഞ്ഞു സഭയെന്ന്, പ്രത്യേകിച്ച് നന്ദി പറഞ്ഞു സഭയെന്ന്, പ്രത്യേകിച്ച് പാംപ്ലാനി പിതാവ്. അളിയനായാലൊന്നും തലയിടണ്ട. അതിനെപ്പറ്റി നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തും. നമ്മൾ കാടടച്ച് വെടിവെക്കരുത്. ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടു എന്ന് പറയുന്നത് BJP സർക്കാരാണെന്നുള്ളത് ശരിയാണ്. അത് ഏത് സർക്കാരാണ്? ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ചെയ്തത്. അവർക്ക് ആ നിലപാടിൽ നിന്ന് അവർ പിന്നീട് പിന്മാറിയില്ല എന്നുള്ളത് നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. പക്ഷേ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇതിൻ്റെ അകത്ത് ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് ഈ 9ാമത്തെ ദിവസമെങ്കിലും ഈ ജാമ്യം കിട്ടിയത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് നന്ദി പറയുന്നത് എന്താണ് തെറ്റ്? എന്തൊരു മനുഷ്യനാ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത. അതുകൊണ്ട് മറ്റുള്ളവരുടെ നല്ല പ്രവൃത്തികളെ നമ്മൾ ഇകഴ്ത്തി കാണിച്ചോ? അത് ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. മനുഷ്യനെ അസൂയ പാടില്ല. നമ്മളൊരു കുളത്തിൽ മുങ്ങി താഴാൻ തുടങ്ങുമ്പോൾ ആരെങ്കിലും കൈ തന്നിരിക്കുന്നത് കോൺഗ്രസ്സുകാരനാണോ BJP-കാരനാണോ നമ്മൾ നോക്കണോ? അത് അവരുടെ നിലപാടല്ല. അവർക്ക് സ്വതന്ത്രമായ നിലപാട് എടുക്കാം. ക്രൈസ്തവ വിശ്വാസികൾ സ്വതന്ത്രമായിട്ട് തീരുമാനിക്കട്ടെ. ഈ ക്രൈസ്തവ വിശ്വാസികൾ അത് അംഗീകരിക്കില്ല എന്ന് ഇവരെന്തിനാ ഭയപ്പെടുന്നത്? അംഗീകരിക്കുന്നില്ല പിന്നെ ഞങ്ങളെ എന്തിനാ നിങ്ങൾ ആക്രമിക്കുന്നത്? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടിയുണ്ട് ഫാദർ.
അപ്പോൾ ഇവിടെ കന്യാസ്ത്രീകളെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങിയതും ഇതേ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണോ എന്ന് സംശയിക്കേണ്ടി വരും. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതാണ് മെയിൻ. അതെ, ഞാൻ എന്തൊക്കെ പ്ലാൻ ഇട്ടതാ. ആരുടെ CPM-ഉം ഇതേ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണോ എന്ന് ഇപ്പോൾ അമിത്ഷായ്ക്ക് നന്ദി പറഞ്ഞപ്പോൾ രാഷ്ട്രീയമായി തങ്ങൾക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കാര്യം വന്നപ്പോൾ തിരിച്ച് ആക്രമിക്കുന്നു ക്രൈസ്തവ സഭകളെ. ഇത് വളരെ ചീപ്പ് വേലയായി പോയല്ലോ. പക്ഷേ ഞങ്ങൾ ആരുടെയും ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നില്ല. അവരൊക്കെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു, കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മറ്റു പാർട്ടികളും ഒക്കെ എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് സംശയദൃഷ്ടിയൊന്നുമില്ല. മനുഷ്യ മനസ്സുകളുടെ നന്മയെ കാണുവാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. രാഷ്ട്രീയക്കാർ പറയുന്നത് മാത്രം പുണ്യവും ഞങ്ങൾ ആരുടെയും സഹായം തേടാതെ അവസരവാദം, അതൊന്നും ഈ നാട്ടിൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരാണ്, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. അതിനകത്ത് അധിക്ഷേപിച്ചത് കൊണ്ടും ആക്ഷേപിച്ചത് കൊണ്ടും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾ വിചാരിക്കേണ്ട. അത് കൂടുതൽ ദോഷം വരുമോ ഇല്ലയോ എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുക എന്ന് എനിക്ക് ഇത്തരക്കാരോട് പറയാം. അപ്പോൾ കേക്കുമായിട്ട് വരുന്ന BJP നേതാക്കളെ ഇനിയും സ്വീകരിക്കും. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ പ്രധാനമന്ത്രി നമ്മളെ ക്രിസ്മസിന് ക്ഷണിക്കുന്നു. നമ്മുടെ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ അതിന്റെ ക്ഷണം സ്വീകരിക്കുന്നത് എന്താണ് തെറ്റ്? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിക്കാൻ പറ്റുമോ? കേരളത്തിലെ നവകേരള സദസ്സ് നടത്തിയപ്പോൾ ഇതേ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഈ അധിക്ഷേപിച്ച ശ്രീ ഗോവിന്ദൻ മാസ്റ്ററുടെ പാർട്ടിക്കാരുമാണ് ഞങ്ങൾ ക്ഷണിച്ചത്. എനിക്കും ക്ഷണമുണ്ടായിരുന്നു. ഇവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്. അതുപോലെ അഭിമന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിനെയും മറ്റ് സമുദായ നേതാക്കളെയും ക്ഷണിച്ചിരുന്നു. അവരൊക്കെ പോയി. അപ്പൊ ഈ കേക്കിന് വിഷമില്ലേ? അപ്പൊ ഈ ചില കേക്കുകൾക്ക് മാത്രമേ വിഷമുള്ളൂ. അപ്പൊ ഇതൊക്കെ തിരിച്ചറിയാനുള്ള, നെല്ലും പതിരും തിരിച്ചറിയാനുള്ള വിവേകമൊക്കെ ക്രൈസ്തവ. നിന്റെ ഈ കുത്തിത്തിരിപ്പ് കച്ചവടമൊക്കെ എനിക്ക് പിടിച്ചു. പക്ഷേ അതാ വെണ്ടുരുത്തിപ്പാലത്തിന്റെ അക്കരെ വരെ മതി, ഇപ്പുറത്തേക്ക് വേണ്ട കേട്ടാ. CPM-ന്റെ തന്ത്രം ഫലിച്ചില്ല. രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടുകൊണ്ട് കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ഇറങ്ങി. പക്ഷേ അത് ഫലിച്ചില്ല. അവിടെ BJP-ക്കാണ് ക്രെഡിറ്റ് കിട്ടിയത്. സഭ ഇങ്ങനെ പറഞ്ഞപ്പോൾ, പാമ്പ്ളാനി പിതാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രകോപിതരാകുന്നതിന് കാരണവും അത് തന്നെയാണ്. നിങ്ങൾ ഉദ്ദേശിച്ച രാഷ്ട്രീയ ലക്ഷ്യം നടന്നില്ല. അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രകോപനത്തിന് കാരണം. ശ്രീ റജി ലൂക്കോസ്, ഉദ്ദേശിച്ച രാഷ്ട്രീയ ലക്ഷ്യം നടന്നില്ല, അതാണ് ഇപ്പോഴത്തെ പ്രകോപനത്തിന് കാരണം. കന്യാസ്ത്രീകൾക്കായി തെരുവിലിറങ്ങിയപ്പോൾ, ഛത്തീസ്ഗഡിലേക്ക് പോയപ്പോൾ ആ ലക്ഷ്യം നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അത് പോയി, അത് പൊളിഞ്ഞടങ്ങി. അതൊക്കെ ലജ്ജാകരമായിട്ടുള്ള മറുപടികളാണ്. കാരണം കത്തോലിക്ക സഭ എന്ന് പറയുന്ന മൂഢന്മാരുടെ സംഘമല്ല. കത്തോലിക്ക സഭയ്ക്ക് നെല്ലും പതിനും തിരിച്ചറിയാനുള്ള വിശ്വാസ സമൂഹത്തിന് വളരെയധികം ശേഷിയുള്ളവരാണ്. ലോകം ഏതെങ്കിലും ആളുകൾ മറ്റെന്തെങ്കിലും സമ്മർദ്ദത്തിന്റെ പേര് കത്തോലിക്ക സഭയെ വഞ്ചിക്കാനും ഏതെങ്കിലും ഒരു വർഗീയവാദികളുടെ ഭീകരവാദികളുടെ താവളത്തിൽ കെട്ടാൻ ശ്രമിച്ചാലൊന്നും കത്തോലിക്ക വിശ്വാസികളൊന്നും അതിനോടനുസരിച്ചൊന്നും വാരാട്ടത്തിൽ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ള തന്നെയുള്ള ആളാണ്. ആ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി കൊടുത്ത് നാറ്റിക്കായിരുന്നാ മതി. ആലോചിച്ച് നോക്കിയേ, മണിപ്പൂരിൽ ആകെ ഉണ്ടായ 618 പള്ളികൾ, അതിൽ 617 പള്ളികൾ തീ വെച്ച് കളഞ്ഞു. മണിപ്പൂർ മുതലെ ബിഷപ്പ് 8 മാസം ഒളിച്ചു കൊണ്ട വന്നു. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. പക്ഷെ ഇവിടെ ഫാദർ ഫിലിപ്പ് കവീൽ കൃത്യമായിട്ട് പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ കാര്യം, ആ കാര്യത്തിൽ ഞങ്ങളൊരു നിലപാടെടുത്തിരുന്നു. ഒന്ന് ഛത്തീസ്ഗഡ് സർക്കാർ, രണ്ട് കേരളത്തിലെ BJP-യും കേന്ദ്ര സർക്കാരും കൂടി ചേർന്നത്. അപ്പോൾ അവർക്കാണ് നന്ദി പറഞ്ഞത്. അതാണ് സഭ ഉദ്ദേശിച്ചത്. ഇവിടെ ഫാദർ ഫിലിപ്പ് കവീൽ അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു, അവർ ഞങ്ങളെ സഹായിച്ചു എന്ന്. എങ്ങനെയാണ് അവർ സഹായിക്കുന്നത്? നിങ്ങളുടെ മഞ്ജുഷിന്റെ വീട്ടിൽ വന്നിട്ട് ഒരാൾ മോഷണം നടത്തി. ആ മോഷണം 10-15 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ തിരിച്ചു വന്നപ്പോ നന്ദി എന്ന് പറയാൻ നിങ്ങളുടെ ഭയം വരുമോ? മോഷണം നടത്തിയത് വേറെ ആളാണ്. മോഷണം നടത്തിയത് വേറെ ആളെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നത്. ആരാച്ചാരുടെ വേഷം കെട്ടി കത്തി പുറകിൽ വെച്ചുകൊണ്ട് കേക്കുമായിട്ട് അരമനകൾ കയറുമ്പോൾ കത്തോലിക്ക സഭയുടെ മെത്രാന്മാർ മാന്യമായ രീതിയിൽ അവരെ സ്വീകരിച്ചു. അത് സംസ്കാര. പക്ഷെ അവർ കത്തി കുത്തി കയറ്റുമ്പോൾ നിങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞാൽ ഏത് കത്തോലിക്കൻ അതിനെ അംഗീകരിക്കും? ശരി, ഫാദർ ഫിലിപ്പ് കവീൽ കത്തോലിക്കനായ റജി ലൂക്കോസ് തന്നെയാണ് ഇത് ചോദിക്കുന്നത്. വിശ്വാസികൾ അംഗീകരിക്കില്ല എന്നാണ് ഫാദർ. അപ്പൊ അതേ സമയം തന്നെ ഞങ്ങൾ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചോട്ടെ. അല്പനാളുകൾക്ക് മുമ്പിൽ ബഹുമാനപ്പെട്ട സിസ്റ്റർമാരുടെ സന്യാസ വസ്ത്രം തുണി ഉരിഞ്ഞ് കാണിച്ച് കക്കുകളി എന്നൊരു നാടകം ഇവിടെ അരങ്ങേറി. അത് അരങ്ങേറിയതാണ്? ആരാണത് നടത്തിയത്? അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? എന്തായിരുന്നു അതിന്റെ പിന്നിലെ ഉദ്ദേശം?
അപ്പം ഞങ്ങൾ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത്ര സൂചിച്ചില്ല. അപ്പം ഈ രണ്ട് വേട്ടക്കാരനും പിന്നെ എന്താ പറഞ്ഞത്, വേടനും വേട്ടക്കാരനും ഒരുപോലെ എന്തൊക്കെ പറയല്ല. അങ്ങനത്തെ സ്വഭാവമൊന്നും വേണ്ട. ഇവിടെ കേരളത്തിൽ ഞങ്ങളുടെ തുണി ഉരുന്നി കാണിക്കാൻ ശ്രമിക്കുകയും ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പം. അത് തന്നെ ഈ കേരളത്തിൽ ഞങ്ങളുടെ സഹോദരിമാരുടെ തുണി ഉരിഞ്ഞ് മാനം കെടുത്തി കാണിക്കാൻ കക്കുകളി നാടകം നടത്തിയവരല്ലേ നിങ്ങൾ? ഞാനൊരു നഗ്നസത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. എന്നിട്ട് നിങ്ങൾ വലിയ പുണ്യം പറയുന്നത് വേശ്യയുടെ ചാരിത്ര പ്രസംഗമായിട്ട് ഇതിന് ഞാൻ കാണുന്നുള്ളൂ. അതിൽ കൂടുതൽ ഒരു നല്ല വാക്ക് പറയാൻ എനിക്ക് ഇല്ലാത്തത് കൊണ്ട്. നന്നാക്കാൻ വന്നിരിക്കുന്ന ഒരാള്. അതുകൊണ്ട് ഈ വക കച്ചവടമൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. പിന്നെ ഞങ്ങൾ പറയുന്നതൊന്നും ആളുകൾ കേൾക്കുന്നില്ല, പിന്നെ നിങ്ങൾ എന്തിനായി ഭയപ്പെടുന്നത്? ഞങ്ങൾക്ക് അറിയുന്നത് ആളുകൾ കേൾക്കുന്നില്ലെങ്കിൽ ഞങ്ങളെ അവഗണിക്ക്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഞങ്ങളെ അവഗണിക്കുന്നു, നിങ്ങൾ പറയുന്നതൊന്നും ആരും കേൾക്കുകയല്ല എന്ന് പറയാൻ ആർജവത്വം ഉണ്ടോ? പറയ്, നമുക്ക് നോക്കാം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.